Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്കിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സിലബസിലേക്കൊന്ന് നോക്കാം. മൊഡ്യൂൾ 2 നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്ന ഫ്രിക്ഷനാണ്. ഫ്രിക്ഷനിൽ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, കൊളംസ് ലോ ഓഫ് ഫ്രിക്ഷൻ, analysis of single bodies, wedges, ladder analysis of connected bodies. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് പാരലൽ കോപ്ലാനർ ഫോഴ്സസ്, കപ്പിൾ, റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സ്, സെൻറ്റർ ഓഫ് പാരലൽ ഫോഴ്സ്, ഇക്വിലിബ്രിയം ഓഫ് പാരലൽ ഫോഴ്സസ്, സിമ്പിൾ ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് വെർട്ടിക്കൽ ലോഡ്സ്, ജനറൽ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം, റിസൾട്ടൻ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും പാർട്ട് ബിയിൽ. അതേപോലെ ഈ ഒരു കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം ബീംസിൽ നിന്ന് നമുക്കൊരു എസ്ഐ ക്വസ്റ്റ്യൻ പ്രോബ്ലം പാർട്ട് ബിയിൽ ചോദിക്കും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഫ്രിക്ഷനും അതുപോലെ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 2 മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചർ ഫ്രിക്ഷൻ എന്താണെന്നും അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷനുമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തിയറിയാണ്, ജസ്റ്റ് ആ കൺസെപ്റ്റ് പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. Whenever a body moves or tends to move over another body, a force opposite to the direction in which the body moves or tends to move is developed at the contact surface. അപ്പോൾ നമ്മൾ ഒരു സർഫസിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു പി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്ത് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ബോഡി എ എന്ന് പറയുന്ന ബോഡി ഈ ബി എന്ന് പറയുന്ന സർഫസിൻ്റെ മുകളിൽ കൂടെ റൈറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ബോഡിയുടെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ സിംപ്ലി ഫ്രിക്ഷൻ. ദ മെയിൻ കോസ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ സർഫസ് റഫ്നെസ്. അപ്പോൾ രണ്ട് ബോഡീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസിലുള്ള റഫ്നെസ് കൊണ്ടാണ് ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. ഇഫ് ദ കോണ്ടാക്ട് സർഫസ് ആർ പെർഫെക്റ്റ്ലി സ്മൂത്ത്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി 0. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചായിരുന്നു, സ്മൂത്ത് സർഫസിലൂടെയാണ് നമ്മൾ ആ ഒരു വെയ്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമ്മളിവിടെ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഈ ഒരു സർഫസ്, കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത് സ്മൂത്താണ്. The frictional force has the remarkable property of adjusting itself in magnitude to the force tending the motion. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫോഴ്സിന് പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റഫ് സർഫസ് ഉണ്ട്, അവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ പി നമ്മൾ അപ്ലൈ ചെയ്തില്ല, പി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ ബോഡി റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിനെ FF എന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ പി 0 ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പി ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും 1 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ പി ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്താൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും 10 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഫ്രിക്ഷനിലും ഉണ്ട്. ഇനി നമ്മളിങ്ങനെ പി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ഈക്വൽ ആവണമെന്നില്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളിപ്പോൾ പി ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കപ്പാസിറ്റി ബ്രേക്ക് ചെയ്യും. ഫ്രിക്ഷന് ഒരു ലിമിറ്റ് ഉണ്ട്, മാക്സിമം ഫ്രിക്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു പി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ്. ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇപ്പം നമ്മളെ ഒരു ആരെങ്കിലും വന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൂവ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്യത്തില്ല. കുറച്ചും കൂടി സ്പീഡിൽ തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളവിടെ പിടിച്ച് നിൽക്കും. പിന്നെ നമ്മൾ നല്ല സ്പീഡിൽ തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യും,
ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ. When the force tending the motion increases, the frictional force increases. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ബട്ട് ദർ ഇസ് എ ലിമിറ്റ് ബിയോണ്ട് വിച്ച് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കനോട്ട് ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു ലിമിറ്റ് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി നമുക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ദിസ് മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, വിച്ച് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ ദ മോഷൻ ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അത് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കും. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. എഫ് മാക്സ് അല്ലെങ്കിൽ എഫ് ലിമിറ്റ് എന്ന് പറയുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. അതാണ് ആ ഒരു ബോഡിക്ക് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആ ഒരു സർഫസിന് കൊടുക്കാൻ പറ്റിയ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഗ്രേറ്ററായിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോഡി പതുക്കെ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. When the applied force on the body is greater than the limiting friction, the body moves in the direction of applied force. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ് ഒരു ബോഡിക്ക് കൊടുക്കാൻ പറ്റിയ മാക്സിമം റെസിസ്റ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷനേക്കാളും മുകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ് എങ്കിൽ ആ ബോഡി നമ്മൾ ഏത് ഡയറക്ഷനിലാണോ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തേക്കുന്നത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറവാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ആ ബോഡി റെസ്റ്റ് പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കിതൊരു ജസ്റ്റ് ഒരു ഫിഗർ നോക്കാം. ഇപ്പോൾ ഒരു സ്മൂത്ത് സർഫസിൽ ഞാനിങ്ങനെ ഒരു ബോഡി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ സെൽഫ് വെയിറ്റ് W എന്ന് കൊടുക്കാം. ഇനി കോൺടാക്ട് സർഫസും ആ ബോഡിയിലേക്കുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് RN എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ റൈറ്റിലേക്ക് ഒരു പുള്ള് P എന്ന് പറയുന്നൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡിയും ഈ ഒരു സർഫസും ആയിട്ടുള്ള ഈ ഒരു കോൺടാക്ട് പോയിന്റിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യാൻ പോകുന്നത് അതിന് ഓപ്പോസിറ്റ് പാരലൽ ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ബോഡിയെ നമ്മൾ റഫ് സർഫസിലാണ് വെച്ചേക്കുന്നതെങ്കിൽ, ഹാർഡായിട്ടുള്ള റഫ് സർഫസിലാണ് വെച്ചേക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് വെയിറ്റ് വരും, റിയാക്ഷൻ R ഉണ്ടാവും. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ്. അപ്പോൾ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരിക്കും. ഫോഴ്സിന് FF എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രിക്ഷൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. It is experimentally found that the magnitude of limiting friction bears a constant ratio to the normal reaction between the two surfaces. The limiting friction is proportional to the normal reaction at the contact surface. This constant of proportionality is called coefficient of friction. Okay, അപ്പോൾ coefficient of friction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the ratio of limiting friction to the normal reaction. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ F max ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ RN ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F max ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RN എന്ന് എഴുതാം. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് മ്യൂ എന്നാണ് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ മ്യൂ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ കോണ്ടാക്ട് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ് F max is equal to mu into RN എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഫിഗർ മാർക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്ന് എഫ് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് mu into RN എന്ന് എഴുതാം. ഏതാണ് RN? ഈ ഒരു സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷനാണ് RN. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നോർമൽ റിയാക്ഷനാണ് RN. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് mu into RN. ഫ്രിക്ഷണൽ ഫോഴ്സ് mu into RN ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഒന്ന് രണ്ട് ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റാണ്. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ mu s. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ
ഒരു ബോഡിക്ക് രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്. ഒരു ബോഡിക്ക് റെസ്റ്റിലും ആകാം, ഒരു ബോഡിക്ക് യൂണിഫോം മോഷനിലും ആകാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു മോഷനിലാകാം. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, ഇപ്പോൾ ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ സബ്ജക്റ്റ് ചെയ്തേക്കുന്ന ഫ്രിക്ഷണൽ കോയിഫിഷ്യൻറ്റിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മ്യൂ സഫിക്സ് എസ് എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വെൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ ഈസ് കോൾഡ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ഓർ കോയിഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഒരു മൂവ് ചെയ്യുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ അതിലുള്ള ഫ്രിക്ഷണൽ കോയിഫിഷ്യൻറ്റിനെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്നോ കോയിഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നോ പറയും. അതിനെ നമുക്ക് ഡൈനാമിക് ഫ്രിക്ഷൻ മ്യൂ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള രീതിയിൽ മ്യൂ കെ എന്നും നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഫ്രിക്ഷണൽ കോയിഫിഷ്യൻ്റാണ് ഉള്ളത്. റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക്, മോഷനിലാണെങ്കിൽ മ്യൂ ഡി എന്നും പറയാം, മ്യൂ കെ എന്നും പറയാം. ദ വാല്യൂ ഓഫ് മ്യൂ കെ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ മ്യൂ എസ്. അപ്പോൾ മ്യൂ കെ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റിലുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസിനെക്കാളും സ്ലൈറ്റ്ലി ലെസ്സർ ആയിരിക്കും. ഫോർ ദ മോസ്റ്റ് ഓഫ് ദ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് മ്യൂ കെ ഈസ് ടേക്കൺ as മ്യൂ എസ്. അപ്പോൾ യൂഷ്വലി പ്രാക്ടിക്കലി നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന എക്സ്പെരിമെൻറ്റിൽ കണ്ടുപിടിച്ചേക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മ്യൂ എസിനെക്കാളും കുറച്ച് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മ്യൂ കെയും മ്യൂ എസും ഒക്കെ സെയിം ആയിട്ട് എടുക്കുന്നത്. അതായത് മ്യൂ കെ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ലെക്ചറിലുള്ളത്. അപ്പോൾ ഫ്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഫ്രിക്ഷൻ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു, ഫ്രിക്ഷൻ കോയിഫിഷ്യൻ്റ് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷനും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. താങ്ക് യു.